Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവത്തുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലുള്ള 4 പോള എന്ന് പറഞ്ഞാൽ ഒന്ന് പരിപ്പ് പോള, ഒന്ന് ക്യാരറ്റ് പോള, പിന്നെ ബനാനൻ്റെ ഉന്നക്കായ പോളയും അതുപോലെ തന്നെ ഗോതമ്പും ബനാന വെച്ചിട്ടുള്ള പോളയാണ് കേട്ടോ. ആദ്യം ക്യാരറ്റ് പോളയാണ് ഉണ്ടാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 3 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനെ തൊലി കളഞ്ഞിട്ടായിട്ട് നമ്മൾക്ക് പ്രഷർ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ പുഴുങ്ങിയെടുക്കാം. 1 വിസിലോ അല്ലെങ്കിൽ 2 വിസിലാണെങ്കിൽ അങ്ങനെ അത്ര മതി. അപ്പോഴത്തേനും ഇത് നല്ലപോലെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് എപ്പോഴും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിരുന്നിനൊക്കെ ഒരു പാർട്ടികളൊക്കെ വിളുമ്പാൻ ഇത് ധാരാളമാണ്. അപ്പോൾ അതിലേക്ക് 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുപ്പം കുറഞ്ഞ ചെറിയ മുട്ടയാണ് 4 എടുത്തോട്ടാ. നമുക്കിവിടെ വലിയ മുട്ടയാണ് കിട്ടുന്നുള്ളത്, അതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നമ്മൾക്ക് മിൽക്ക് പൗഡർ ഇല്ലേ, പാൽപ്പൊടി, അതിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പിന് മേലെയായിട്ട് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചടിച്ചിട്ട് വരാം. നല്ല പോലെ ബ്ലെൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു പാന് ചൂട് കട്ടിയുള്ള പാന് വേണം എപ്പോഴും നമ്മൾക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിക്ക് ദമ്മിടുമ്പോൾ വെക്കുന്നില്ലേ, ആ ഒരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ബാണ്ടാത്ത പാനൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിൽ വെച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈ മാവിനെ ഒഴിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത് വെച്ചിട്ടായിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ആൽമണ്ടില്ലേ, ബദാം, അതാണ് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നടുവിൽ കീറിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളത്. കാണുമ്പോൾ ഒരു ചേലുണ്ടാവാൻ വേണ്ടിയിട്ടാവേ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളത്. കുറച്ച് കാഷ്യൂനട്ടും ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൽമണ്ട് കാഷ്യൂനട്ടും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഗാർണിഷ് ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ടായിട്ട് ഒരു 20 മിനിറ്റ് വെക്കണവാ. ലോ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ അടിയെല്ലാം പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ട് കളറെല്ലാം മാറിയിട്ട് പോവും, നടുവിൽ വേവാത്തി ആവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. നോർമൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ടെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുള്ളത്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നോക്ക്, നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോള, ക്യാരറ്റ് കുംസ് അങ്ങനെയൊക്കെ പറയും, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്ക്. റംസാനൊക്കെ എളുപ്പത്തിലുള്ള ഹെൽത്തി സ്നാക്കല്ലേ എല്ലാവരും നോക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഷുഗറിന് പകരം ഷുഗർ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് ബെല്ലയില്ലേ, ശർക്കര, അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് കിട്ടുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. എന്താ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾക്ക് ഉന്നക്കായ പോള ഇവിടെ തയ്യാറാക്കാം. അത് നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് കഴിക്കാം. അത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾക്ക് 1/2 kg ഗീയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കാഷ്യൂനട്ടും ആൽമണ്ടും കിസ്മിസും നമ്മൾക്ക് കുറച്ച് ഒരു 10-15 എണ്ണമായിട്ട് അങ്ങനെയായിട്ട് എടുത്തിട്ട് അത് കഴുകിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ തേങ്ങയില്ലേ, ചിരവിയ തേങ്ങ, അത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത്
തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചിരവിയ തേങ്ങ. അപ്പോൾ ഇത് കൂടുതലും തേങ്ങ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ വേറെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 1.5 കപ്പ് തന്നെ എടുത്തത്. നിങ്ങൾക്ക് അളവ് കുറവാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു 1/4 കപ്പ് ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറിന് പകരം നമ്മൾക്ക് ശർക്കര വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ കളറ് ചേഞ്ച് ഒന്നും ആവണ്ടെന്ന് വെച്ചിട്ട് ഷുഗർ തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കപ്പൊടിയാണ് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഷുഗർ ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. നല്ലോണം ബന്ധിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഒന്നും ആവണ്ട. അപ്പോൾ അത് നല്ലോണം ഹാർഡായിട്ട് ഉണ്ടാവും. ഇത് മെൽട്ടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും ആൽമണ്ടും ഇല്ലേ, അതിനെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ പാനിൽ നിന്ന് ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ അടുപ്പിൽ തന്നെ നമ്മൾ അടിയിലേക്ക് മറ്റേ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്നില്ലേ, അപ്പോൾ ഇതാ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് ഈ പഴുത്ത പഴം ഞാൻ 3 എടുത്തിട്ടുണ്ടാവാം. നല്ലോണം പഴിച്ചിട്ട് ഒടിഞ്ഞിട്ടുള്ള പഴമില്ലേ, അതാണ് നമ്മൾ കളയുന്നതിന് പകരം ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1/4 കപ്പ് ഷുഗറാണ് ഇതിലേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നല്ലോണം നിറഞ്ഞിട്ട് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ മിക്സിയുടെ ബെല്ല് ജാറിലിട്ടിട്ട് നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഗീയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടായിട്ട് ഇതിൻ്റെ മാവ് കുറച്ച് നമ്മൾ ഒരു പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര വേണം അത്ര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടായിട്ട് അതിനെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ പണ്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതൊരു 2 മിനിറ്റ് കുക്കാവട്ടെ. കുക്കായിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിയിലേക്കായിട്ട് പെട്ടെന്ന് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ പണ്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഫില്ലിങ്സ് ഉന്നക്കായ പോളല്ലേ, അപ്പോൾ ഉന്നക്കായൻ്റെ സെയിം ടേസ്റ്റ് വരുമ്പോൾ നല്ലോണം ഫുള്ള് ഫില്ലിങ്സ് എല്ലാം ആയിട്ടായിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അല്ലേ അതിൻ്റെ തന്നെ യഥാർത്ഥ രുചി കിട്ടുന്നത്. അതേ രുചി തന്നെ കിട്ടുമേ ഇങ്ങനെ നിങ്ങൾ ഒരിക്കൽ തയ്യാറാക്കിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും എളുപ്പത്തിലുള്ള ഉന്നക്കായ പോള ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ കവറാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കുക്കായതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇതൊരു കാണുമ്പോൾ ഒരു നല്ല കളർഫുള്ളായിട്ട് മഞ്ഞും കറുത്തൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് റൈസിൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിതാ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഫ്രൈ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗീ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. എന്നിട്ടായിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ അടിഭാഗം കൂടി മൊരിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. സ്കൂളിൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കഴിക്കാം. പെട്ടെന്ന് നമ്മളുടെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. നമ്മൾക്ക് 3 നേരവും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചിട്ട് മൈദ അതുപോലത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ. നോർമൽ പഴവും മുട്ടയും മാത്രമല്ലേലോ. അപ്പോൾ അതിൻ്റേതായ സോഫ്റ്റ് ഉണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. ഒത്തിരി ഇഷ്ടപ്പെടും. മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ. ഉന്നക്കായ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയുണ്ടാവും. അതിനെ പുഴുങ്ങിയിട്ട് അതിനെ ഒടിച്ചിട്ട് അതിനെ അപ്പം പോലെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം. അടുത്തതായിട്ട് നമ്മളുടെ കണ്ണൂരുകാരുടെ പരിപ്പ് പോളയാണ് കേട്ടോ. ഇത് പരിപ്പ് പോളയാണെന്ന് ഒരിക്കലും ആരും പറയില്ല. അത്രയ്ക്കും രുചിയേറിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഈ പരിപ്പ് പോള എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കുന്നത് സെയിം നമ്മളുടെ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നില്ലേ അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. ഇതിന് ഒരു ഡിഫറൻറ്റും വരുന്നില്ല. സെയിം അതേ മെത്തേഡ് തന്നെ എളുപ്പവുമാണ്. കടലപ്പരിപ്പ് കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുള്ളത്. അതിനു വേണ്ടി 1/2 കപ്പ് കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കടലവേള എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ. പായസമൊക്കെ ഉണ്ടാക്കാറില്ലേ.
പിന്നെ പരിപ്പ് വട ആ പരിപ്പാണ് കേട്ടോ ഇത്. ഇതിന് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് എടുക്കാമെന്ന്. കഴുകിയിട്ട് ഒരു 3 വിസിൽ ആവുന്നത് വരെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് തണുത്തതിന് ശേഷമാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ 5 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഇരട്ടിയാക്കാം. പരിപ്പിനോടൊപ്പം വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് മാറ്റിക്കളഞ്ഞതിന് ശേഷമാണ് പരിപ്പ് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തന്നെ മിൽക്ക് പൗഡറില്ല, പാൽപ്പൊടി, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡ്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 6 kgയുടെ നല്ല ഗീയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസിലെ മുന്തിരി അതുകൂടി നമ്മൾക്ക് ഈ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെക്കാനുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ മാത്രമാണ്. ഇതൊക്കെ ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗീയോ അതെ നമ്മളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുക്ക് നല്ല ഗീ 6 kg ഉള്ളതുകൊണ്ട് അത് ഇട്ടൊന്നേ ഉള്ളൂ. വിരുന്നുകാർ വന്നാലോ അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ എന്തെങ്കിലും അവർക്ക് സ്നാക്കായിട്ട് വേണമെന്ന് വെച്ചാലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബ്ലെൻഡ് ചെയ്ത് വെച്ച മുട്ടയും പരിപ്പിൻ്റെ കൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും അതിൻ്റെ മേലേക്ക് ഇങ്ങനെ റൈസിൻസ് ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നുള്ളത്. ഇത് ഞാൻ 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ താണു പോയിട്ടുണ്ട്. കുറേയൊക്കെ റൈസിൻസൊക്കെ മുന്തിരിയൊക്കെ അതിൻ്റെ അകത്ത് താണു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പം മേലെ തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി കരിഞ്ഞൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിരിയാണിക്കൊക്കെ ദമ്മ് ചെയ്യുന്ന ആ ഒരു സാധനമാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്രൈ ഫാൻ ആണെങ്കിൽ നമ്മൾ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു ടോട്ടലി ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിത് വെന്ത് കിട്ടുന്നുണ്ട്. ബാക്കി 10 മിനിറ്റ് കൂടി ഇങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് നല്ലോണം കരിഞ്ഞിട്ട് പോവും, മേലേക്ക് ഇപ്പോൾ വേവാത്ത പോലെയൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മളുടെ പരിപ്പ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് വെച്ചോ, അപ്പോൾ പരിപ്പും മുട്ടയൊക്കെ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല കിടുക്കാച്ചയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനെ. ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ലഞ്ച് ബോക്സിലൊക്കെ സ്കൂളിൽ മക്കൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരം തന്നെയാണ് ഈ കണ്ണൂർക്കാരുടെ പരിപ്പ് പോളെന്ന് പറഞ്ഞാൽ. അതെന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കിയാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ.
ഒരിക്കൽ കഴിച്ചാൽ പിന്നെ വിടൂല, അത്ര ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അടുത്തത് കാണിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ ഒരു പഴമൊക്കെ വീട്ടിൽ എല്ലാവരുടെ അടുത്തും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വന്നിട്ടാകുമ്പോൾ അതിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും ഇനി വിഷമിക്കണ്ട. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നോക്ക്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇത്. നല്ലോണം പഴുത്തിട്ട് കറുത്ത് പോയ പഴം വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ആരും വിചാരിക്കേണ്ട, ഒരുപാട് റെസിപ്പി നമ്മളുടെ ചാനലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്ക്. ഇതിന് വേണ്ടിയിട്ട് ഇതാ മെയിനായിട്ട് ഒരു ഫുള്ളായിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പഴുത്തതോ പഴുക്കാത്തതോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുള്ളത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേട്ടോ. അങ്ങനെ 2 മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇല്ലേ ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ വിസ്ക് ഒന്ന് കയ്യിലില്ല എന്ന് വെച്ചെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് സാധാരണ ചെയ്യുന്നില്ലേ അതുപോലെ മിക്സിയിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിനെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തടിച്ചിട്ടാകുമ്പോൾക്ക് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരൂലേ, ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടാകുമ്പോൾ. അത് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് 1/3 ഇല്ലേ 1/4 കപ്പിന് മേലെയുള്ള അത്രയാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചൊടിച്ചിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിൽ ഏതൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചെടുത്താലും മതി. കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഒഴിച്ചെടുക്കാതിരിക്കുക, അതിന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിലേക്ക് വനില എസൻസ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അതിൻ്റെ മൂടിയിൽ തന്നെ ഒരു മൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട. ഇതിലേക്ക് ഇതാ മെയിൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത്. നമ്മളുടെ ഇവിടെ സാധാരണ ജമിയിലൊക്കെ കിട്ടുന്ന ജമീൻ്റെ പൊടിയാണ് ഗോതമ്പ് പൊടി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളുടെ കയ്യിൽ ഏത് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിലും അതിലുണ്ടാക്കാം. 1 ടീസ്പൂണ് ഫുള്ളും ബേക്കിംഗ് പൗഡറാണ് പിന്നെ ഞാൻ ഇട്ടൊടിച്ചിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ടായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയിലെ അത് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്തെടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഒന്നുകൂടി അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് 1/4 കപ്പ് പാൽപ്പൊടിയിലെ മിൽക്ക് പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് പൗഡർ മസ്റ്റാണ്, അതില്ലാത്തവരുണ്ടെങ്കിൽ വെറും പാൽ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചെടുക്കണം. പിന്നെ ഇത് എല്ലാം നമ്മൾ സാധാരണ ഇപ്പോൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ എല്ലാം നമ്മൾ ഒന്ന് അരിച്ചിട്ടെടുക്കുമ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്കും നമ്മൾ ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഞാൻ കുറച്ച് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നതൊന്നുമല്ല, ഇങ്ങനെ ഒന്നിച്ചിട്ടായിട്ട് തന്നെ ഇതിലേക്ക് അരച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്നാകെ ആയിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതിനെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് കണ്ടിട്ട് ആരും പഠിക്കണമെന്ന് വേണ്ട, കേക്കിൻ്റെ അത്ര അങ്ങനെ തന്നെ അതേ പൊസിഷനിൽ അതേപോലെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിന് പകരം പാൽ കയ്യിലില്ലെന്ന് വെച്ചാൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, നോർമൽ വാട്ടർ. അപ്പോൾ ഞാൻ ഇത് 1/4 കപ്പ് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ പാലും പാൽപ്പൊടിയൊക്കെ ചേർന്നിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടിയും ഈ പഴമൊക്കെ വെച്ച് ചെയ്യുന്ന ഈ റെസിപ്പിക്ക്. അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം വേണമെന്ന് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ തീരെ ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് വരാത്ത പോലെ തോന്നിയിട്ടാണ് ഞാൻ ഈ 1/4 കപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ.
നിങ്ങൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആ ബാറ്ററിനനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. ഇതാണ് ഇതിന് പെർഫെക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഒരു ഫ്രൈ പാനിലാണ് ഞാനിത് തയ്യാറാക്കുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾക്ക് പഴം ഇതുപോലെ സ്ലൈസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളത്. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടാകുമ്പോൾ വൈറ്റ് ബട്ടർ പേപ്പർ എല്ലാം കിട്ടിയിട്ടുള്ളത് യെല്ലോ കളറാണ്. അപ്പോൾ ഞാനത് വെച്ചിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബാറ്ററി ഇല്ലേ, ഈ ബാറ്ററിനെ ഇതിൻ്റെ മേലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്കും പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായ ബാക്കി പഴം ഉണ്ടായിരുന്നുള്ളത് അത് കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് പഴം വെച്ച് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ മേലേക്ക് മാത്രം മുഴുവനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഓരോ ബൈറ്റ്സും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടായിട്ട് നമ്മൾ കേക്കായി പിന്നെ കഴിക്കില്ലേ, അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് അല്ലേ, അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് ഒരു ദോശ തവി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 45 എനിക്കിപ്പോൾ ഇതിൽ ഒരു 30 മിനിറ്റ് 35 ആകുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി. സാധാരണ കേക്കൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ആ പഴമൊക്കെ നല്ലോണം വെന്തിട്ടും ഇതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് വേണം കേട്ടോ ഇത് നമ്മൾക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തിയും വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മളുടെ പാൻ കേക്കെന്നോ അതുപോലെ തന്നെ ബനാന ഗോതമ്പ് പൊടീൻ്റെ കേക്ക്, 4 മണി പലഹാരം എന്ത് വേണമെങ്കിലും പറയാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ പലഹാരത്തിൻ്റെത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ടെക്സ്ചറില്ലേ അതുപോലെ തന്നെ ആയിട്ടുള്ളത് കേക്ക് തന്നെ എന്ന് പറയാം. അപ്പോൾ ഇത് വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇത് ടേസ്റ്റ് ഇല്ലാതെയൊന്നുമില്ല, അസാധ്യ ടേസ്റ്റാണ്, നല്ല രുചിയാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പഴുത്ത് കറുത്ത പഴം വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് കേക്കിൻ്റെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പിയും ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസാണ്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല ഉന്നം പോലെയാണ് ഇരിക്കുന്നുള്ളത്. എൻ്റെ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.